ചാനൽ. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് രണ്ട് നല്ല കിടുക്കാച്ചി പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. എനിക്ക് യൂസ് ചെയ്തപ്പം നല്ല റിസൾട്ട് കിട്ടിയ രണ്ട് പ്രോഡക്റ്റാണ്. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ആ പ്രോഡക്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ചർച്ചയിൽ ഏർപ്പെടാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ രണ്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ കോഫിയുടെ ഫേസ് സ്ക്രബും ഒന്ന് ബോഡി ബട്ടറുമാണ്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ കോംബോയിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വാങ്ങിക്കാം. എന്തായാലും നല്ല രണ്ട് പ്രോഡക്റ്റാണ്. ഞാൻ പക്ഷേ ഇത് വാങ്ങിക്കാൻ വേണ്ടിയാണ് പോയത്. ഇതൊന്ന് ജസ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ ഇത് രണ്ട് കോംബോ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് രണ്ട് നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ പൊതുവേ കോഫി പൗഡർ ഭയങ്കര അലർജി പിടിക്കണ ഒരു കാര്യമാണ്. എനിക്ക് ഒട്ടും എൻ്റെ സ്കിന്നിൽ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ കോഫി പൗഡറും പഞ്ചസാരയും പിന്നെ നാരങ്ങ നീരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ഞാനും ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിരുന്നു. എൻ്റെ സ്കിന്ന് ഫുള്ളും കറുത്ത്. ഇനി ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ കോഫി പൗഡറും പഞ്ചസാരയൊക്കെ പക്ഷേ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്നാണ് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ പറഞ്ഞേക്കുന്നത്. അതിൽ കമൻ്റായിട്ട് അല്ലാതെ വീഡിയോ ചെയ്തവരൊക്കെ പറഞ്ഞേക്കുന്നത് അവർക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയെന്നാണ്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റോങ് ആയിരുന്നു. എനിക്ക് ഒട്ടും എൻ്റെ സ്കിന്നിൽ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ കോഫി പൗഡർ ഇട്ടിട്ട് മുഖം കഴുകിയ ഉടനെ തന്നെ ഭയങ്കരമായിട്ട് കറുത്തെന്ന് പറഞ്ഞാൽ കരിമന്തി പോലെയായിരുന്നു. അത് ഒരു 2-3 ദിവസം അങ്ങനെ അങ്ങ് നിന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര അതൊരു സ്കിന്നിനൊട്ടും ചേർന്നില്ല. അന്നത്തോടു കൂടി ഞാൻ ഈ കോഫി പൗഡറിൻ്റെ പരിപാടി അങ്ങ് വച്ച് കെട്ടി വെച്ചിരുന്നതാണ്. കാരണം എൻ്റെ സ്കിന്നിന് ചേരൂല എന്ന് എനിക്ക് അപ്പോഴും തന്നെ മനസ്സിലായി. പിന്നെ ഞാൻ കോഫി പൗഡർ വെച്ച് ഉള്ള ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എനിക്ക് സജസ്റ്റ് ചെയ്തു, ഈ മറ്റേ സംഭവം ഈ ഫേസ് സ്ക്രബ്ബർ നല്ല അടിപൊളിയാണെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫ്ലിപ്കാർട്ടിലോ വേറെ എവിടെയൊക്കെ നോക്കിയപ്പോൾ ഇതിൻ്റെ 75 ഗ്രാമും ഇങ്ങനെ കൂടിയതൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ തപ്പിപ്പിടിച്ച് ചെന്നപ്പോഴാണ് ഇത് രണ്ടും കൂടെ കോംബോ ആയിട്ട് കിടക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതൊരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചത്. ഇത് 20 ഗ്രാമിൻ്റെയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന 20 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ ഈ ചെറുത് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കോഫി ഇങ്ങനെ അലർജിയാണ്, പൊതുവേ അലർജി ആയതുകൊണ്ട് ജസ്റ്റ് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഒന്ന് ചെറുത് വാങ്ങിച്ച് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാണ് ഇത് വാങ്ങിച്ചത്. പക്ഷേ മക്കളെ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രോഡക്റ്റ് കേട്ടോ. എല്ലാവർക്കും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കാം. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് എന്ന് പറയണത് ഞാൻ ഒരിക്കലും അത് യൂസ് ചെയ്യാതെ എടുത്തു വെച്ച് കൊള്ളാം, ഇത് അടിപൊളിയാണ്, അത് നല്ലതാണ്, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോയും ചെയ്യാറില്ല. ഞാൻ അത് യൂസ് ചെയ്ത് അത് ഒരാഴ്ചയെങ്കിലും, മാക്സിമം 1-2 ആഴ്ചയെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെയാണ് എൻ്റെ സ്കിന്നിന് അത് എനിക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലേ എന്നൊക്കെ ഞാൻ കറക്റ്റ് നോക്കിയിട്ട് മാത്രമേ ഞാൻ ഒരു വീഡിയോ ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ എടുത്തു വെച്ചാൽ ഇതിങ്ങനെയാണ്, അതെങ്ങനെയാണ്, ഇതിൽ അതുണ്ട് മറ്റേതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയും ചെയ്യാറില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റിസൾട്ട് തന്ന കാര്യമാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമൽ ടു ഓയിലി സ്കിൻ എന്നാണ്. പക്ഷേ എൻ്റെത് നല്ല ഡ്രൈ സ്കിന്നാണ്. എനിക്കിത് അടിപൊളിയായിട്ട് സ്യൂട്ട് ചെയ്ത്. അപ്പം നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നുകാർക്കും ഇത് ഉപയോഗിക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മൂത്താക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടുമ്പോഴൊക്കെ ഒരു ഭയങ്കര സോഫ്റ്റ് ആക്കും. പിന്നെ വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഉണ്ടെങ്കിൽ ഫുൾ പോവും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 50% കൂടുതലും പോവും, നല്ല പോലെ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ മൂക്കൊക്കെ തൊടുമ്പോൾ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കണം, അത്ര നല്ല സൂപ്പറാണ് ഇത് യൂസ് ചെയ്താൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ നല്ല പോലെ കുറയ്ക്കണമുണ്ട്. പിഗ്മെൻറ്റേഷൻ കുറയ്ക്കണം. ഇപ്പോൾ ഒരു തവണ ഉപയോഗിച്ചാലോ 2 തവണ ഉപയോഗിച്ചാലോ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും എന്നല്ല ഞാൻ പറയണതിൻ്റെ അർത്ഥം. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഞാനൊരു 2 ആഴ്ച യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ നല്ല പോലെ കുറയ്ക്കുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത സമയത്ത് മാത്രമല്ല സ്കിന്ന് സ്മൂത്ത് ആക്കണം, അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകണുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഫേസ് സ്ക്രബാണ് വാങ്ങിക്കുന്നത്. പിന്നെ എനിക്ക് മാമ എർത്തിൻ്റെ ഫേസ് സ്ക്രബ് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും എന്ന് വേണമെങ്കിൽ
അപ്പോൾ അതിനേക്കാളും നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കിത് നല്ലൊരു റിസൾട്ടാണ്. നിങ്ങൾക്ക് ഇത് 20 ഗ്രാമേ ഉള്ളൂ കേട്ടോ, വലിയ എമൗണ്ട് പൈസയൊന്നുമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഒരു എമൗണ്ട്, എനിക്ക് കറക്റ്റ് എമൗണ്ട് ഇത് രണ്ടും കൂടെ കോംബോയിൽ കിടന്നതുകൊണ്ട് 200-250 രൂപയ്ക്ക് അകത്താണെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ കറക്റ്റ് പ്രൈസ് പറയണില്ല. ഞാൻ എന്തായാലും ഈ 2 പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇത് മാത്രമായിട്ടാണ് വാങ്ങിക്കാൻ താല്പര്യമെങ്കിൽ, ഇത് മാത്രമായിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഇതൊരു ബോഡി ബട്ടറാണ്. ഇത് ഫുൾ വൈറ്റ് കളറല്ല, ഇതൊരു ഓഫ് വൈറ്റ് ആണ്. പക്ഷേ എൻ്റെ മക്കളെ ഇതിൻ്റെ മണം അടിപൊളി മണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തല ചൊരുക്കണ ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ലല്ല ഞാൻ പറയണത്. നമുക്കിങ്ങനെ മണത്തോണ്ടിരിക്കാൻ തോന്നുന്നു, മനസ്സിലായ? ഭയങ്കര നല്ല അടിപൊളി സ്മെല്ലാണ്. പിന്നെ സ്മെല്ല് ഒരുപാട് നേരം നിൽക്കും കേട്ടോ. ഇതിട്ട് കുറച്ച് കഴിയുമ്പോൾ സ്മെല്ല് അങ്ങ് പോവും, അങ്ങനെയൊന്നുമല്ല. ഇത് എനിക്കാണെങ്കിൽ തല ഇങ്ങനെ മാറ്റാൻ തോന്നില്ല, ഭയങ്കര ഒരു സ്മെല്ല്. അതായത് മറ്റേ കോഫി പൗഡർ ഉണ്ടല്ലോ, ആ സ്മെല്ലാണോ എന്ന് ചോദിച്ചാൽ കോഫി പൗഡറിൻ്റെ ചെറിയൊരു സ്മെല്ലുണ്ട്. പക്ഷേ അങ്ങനെ അല്ല. നമുക്കൊരു സാധനമൊക്കെ കിട്ടി ഇങ്ങനെ കടിച്ച് തിന്നാൻ അങ്ങ് തോന്നില്ല. എനിക്ക് ഈ സാധനം അങ്ങ് തിന്നാൻ തോന്നണം, അത്ര അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഇത് കൈക്ക് മാത്രമല്ല കേട്ടോ, ബോഡി ഫുൾ യൂസ് ചെയ്യാം. ഇത് ബോഡിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് നല്ലപോലെ സ്കിന്ന് സ്മൂത്ത് ആക്കണമുണ്ട്, നല്ല സോഫ്റ്റ് ആക്കണമുണ്ട്, നല്ല അടിപൊളി സ്മെല്ലാണ്. നിങ്ങൾക്കിത് ബോഡിയിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനെ കേട്ടോ വരുന്നത്. ഗൈസ്, നമ്മൾ ഫേസ് സ്ക്രബ് വെച്ച് ഫേസൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. മൂക്കൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇവിടെയൊക്കെ തൊടുമ്പോൾ തന്നെ അറിയാം, നല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും സ്ക്രബ്ബറൊക്കെ വെച്ച് ഫേസ് കഴിയുമ്പോൾ നല്ല ഒരു ഫീല് കിട്ടുമല്ലോ, അത് അടിപൊളിയായിട്ട് ഇതുണ്ട്. നിങ്ങൾക്കപ്പം ഉറപ്പായിട്ടും ഒന്നും പേടിക്കാതെ ഇത് വാങ്ങിക്കാം. എനിക്ക് നല്ല എന്താ, എനിക്ക് വേറെ ഇത് ഉപയോഗിച്ചപ്പോൾ അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇത് ഇടണ സമയത്ത് ഇത് വെച്ച് നമ്മൾ ഫേസ് കഴുകണ സമയത്ത് ചെറുതായിട്ടൊരു എരിച്ചിൽ എനിക്കുണ്ട് കേട്ടോ. അതായത് ഈ പോർഷൻ, പിന്നെ ഈ പോർഷനിലുണ്ടായിരുന്നു ചെറിയൊരു എരിച്ചിൽ. പിന്നെ കണ്ണിൻ്റെയൊക്കെ ഇവിടെ, കണ്ണിൻ്റെ ഈ ഭാഗത്ത് ചെറുതായിട്ട്, വലുതായിട്ടല്ല, അങ്ങനെ വലുതായിട്ട് എരിച്ചിലുള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ചെറുതായിട്ടൊരു എരിച്ചിൽ എനിക്കുണ്ടായിരുന്നു, പക്ഷേ അത് പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വേറെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ല സ്ക്രബാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. പിഗ്മെൻറ്റേഷൻ, പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നിയ കാര്യമാണ്, പിഗ്മെൻറ്റേഷനും കുറയ്ക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.